ഗ്രഹിതമായ രാത്രി സമയത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിലപ്പെട്ട ദൈവമക്കളോട്, കർത്താവിന്റെ ദാസന്മാരോട് ചേർന്ന് ഒരു പ്രാവശ്യം കൂടെ ഈ ആത്മീക ശുശ്രൂഷയിൽ സംബന്ധിപ്പാനും ദൈവത്തിന്റെ വചനം പങ്കുവെക്കുവാനും കർത്താവ് ജീവിതത്തിൽ ഒരുക്കി തന്ന ആ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും കർത്താവിന്റെ ദാസന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലും ഇത്രത്തോളം ദൈവകുഞ്ഞുങ്ങളെ വീണ്ടും കണ്ട് സന്തോഷിപ്പാൻ, ഒരുമിച്ച് ദൈവസന്നിധിയിൽ അല്പനിമിഷങ്ങൾ ചെലവഴിപ്പാൻ, ദൈവവചനം ചിന്തിപ്പാനൊക്കെ കർത്താവ് ഈ ഭൂമിയിൽ നൽകി തന്ന അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളെല്ലാം ദൈവം കഴിഞ്ഞ നാളുകളിൽ പരിപാലിച്ചല്ലോ, സൂക്ഷിച്ചല്ലോ. അന്യോന്യം പ്രാർത്ഥനയിൽ ഓർക്കുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിച്ചല്ലോ. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്ന എല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു, വിശ്വസിക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത് രാത്രിയിലും നിങ്ങളോട് ചേർന്നായിരിക്കാൻ ദൈവം തന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിലും നമ്മളിരിക്കുന്ന മുറികളിൽ അനുഭവിച്ചറിയുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചാനുള്ള നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. വരും ദിവസങ്ങളിലും കർത്താവിന് വേണ്ടി ഒരുമിച്ച് നിൽപ്പാൻ, പ്രയോജനപ്പെടുവാൻ നമ്മെ എല്ലാവരെയും കർത്താവ് അധികമായി ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകുഞ്ഞുങ്ങളെ ആത്മീയ നിലവാരങ്ങളെല്ലാം കർത്താവ് പണിതെടുക്കട്ടെ. ഭവനങ്ങളെ ദൈവം ശക്തീകരിക്കട്ടെ, ശുദ്ധീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ. ഉപവാസം എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും അത് ജീവിതത്തിൽ ആത്മീക അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പ്രസാദ് ഭാഷക്ക് സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്ര മീറ്റിംഗിൽ എഴുതിയുന്ന ഷായിച്ചാന് സ്നേഹവന്ദനം അറിയിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനയോടെ അല്പനിമിഷങ്ങൾ കർത്താവിന്റെ വചനത്തിന് മുൻപിൽ നമുക്കായിരിക്കാം. ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ദ ബുക്ക് ഓഫ് 2 Corinthians ചാപ്റ്റർ 1 വേഴ്സസ് 8 to 10, 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ദൈവമക്കളെ വായിച്ച് കേൾപ്പിപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ ആ ദൈവവചനങ്ങൾ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം അതിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു. സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. അതേ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് ഉള്ളിൽ നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചും ഇരിക്കുന്നു. വളരെ പരിചിതമുള്ള ചില വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി നമ്മൾ ഒരുമിച്ച് വായിക്കുകയും അടുത്ത അല്പനിമിഷങ്ങൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുന്ന ഈ വചനത്തിൽ നിന്നാണ്. കൊരിന്ത്യർക്ക് പൗലോസ് എഴുതിയ 2 ലേഖനങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ഒത്തിരി ഇടവേളകളില്ലാതെ, ഗ്യാപ്പില്ലാതെ എഴുതപ്പെട്ട 2 ലേഖനങ്ങളാണ്. 1 കൊരിന്ത്യർ ലേഖനവും 2 കൊരിന്ത്യർ ലേഖനം. പൗലോസിന്റെ ശുശ്രൂഷ ജീവിതത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ലേഖനങ്ങളാണ് കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനങ്ങളും. ഈ പൗലോസിന്റെ ശുശ്രൂഷ ജീവിതം നമ്മൾ പഠിച്ചാൽ ഏകദേശം 30 വർഷത്തിലധികം നീണ്ട 3 decades അധികം നീണ്ട ശുശ്രൂഷ ജീവിതത്തിൽ ശുശ്രൂഷയുടെ ശൈലി പഠിച്ചാൽ പൗലോസ് ഒരു സഞ്ചാര ശുശ്രൂഷകനായിരുന്നു, അല്ലേ? പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് മാറി മാറി കർത്താവിന്റെ വേല ചെയ്യുന്ന, ഒരു പട്ടണങ്ങളിലും സ്ഥിരമായി താമസിക്കാതെ മാറി മാറി വിവിധ സ്ഥലങ്ങളിൽ കടന്നുപോയി സഭകൾ സ്ഥാപിച്ച ഒരു അപ്പോസ്തോലിക ശുശ്രൂഷയാണ്, ഒരു അപ്പോസ്തോലിക് മിനിസ്ട്രിയാണ് പൗലോസിനുണ്ടായിരുന്നത്. എന്നാൽ നമ്മള് ബൈബിൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ 2 സ്ഥലങ്ങളിൽ പൗലോസ് സമയങ്ങൾ എടുത്ത് പാർത്തു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ശുശ്രൂഷയുള്ള ബന്ധത്തിലാണ്. അത് ഒന്ന് എഫെസോസിലാണ്. പൗലോസ് ഏറ്റവും കൂടുതൽ കാലം ഒരു ടൈമിൽ പാർത്ത ഒരു പട്ടണമാണ് എഫെസസ്. ഏഷ്യ മൈനർ എന്ന വലിയ ഭൂഖണ്ഡം, അല്ലെങ്കിൽ ഇന്നത്തെ ടർക്കി എന്ന രാജ്യത്തിന്റെ അന്നത്തെ പ്രധാന പട്ടണമായിരുന്ന, ദ മെയിൻ സിറ്റി ആയിരുന്ന, ഇന്ന് ഇസ്താൻബുൾ ആണ്, എന്നാൽ അന്നത്തെ ഏറ്റവും വലിയ സിറ്റി ആയിരുന്ന, ദൈവത്തിന്റെ സ്തോത്രം, എഫെസോസ് ഒരു ക്യാപിറ്റൽ സിറ്റി എന്നതുപോലെ ആ പ്രദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റി ആയിരുന്ന എഫെസോസിൽ 3 വർഷം പാർത്ത് കർത്താവിന്റെ വേല ചെയ്തു എന്ന്
അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ചരിത്ര രേഖകളും അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ എഫസോസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൗലോസ് ഒരു ടൈമിൽ പാർത്ത് ശുശ്രൂഷ ചെയ്ത പട്ടണമാണ് കൊരിന്ത് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഏകദേശം 1.5 വർഷം കൊരിന്തിൽ പാർത്ത് കർത്താവിന്റെ വേല പൗലോസ് ചെയ്യുകയാണ്. അപ്പം എഫസോസ്, കൊരിന്ത് എന്നൊക്കെ പറയുന്നത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള, ഇന്നത്തെ ലാംഗ്വേജ് ഉപയോഗിച്ചാൽ സ്ട്രാറ്റജിക് ലൊക്കേഷൻസ് ആണ്. അപ്പം അവിടെ നിന്നാണ് പല സ്ഥലങ്ങളിലേക്കും പിന്നീട് കർത്താവിന്റെ വേല വ്യാപിക്കുവാനിടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. എഫസോസിൽ ഒരു ബൈബിൾ സ്കൂൾ ആരംഭിച്ചു. ആ തുറന്നോസിന്റെ പാഠശാല, ബൈബിൾ സ്കൂൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല, എങ്കിലും തുറന്നോസിന്റെ പാഠശാലയിൽ ദീർഘവർഷങ്ങൾ ദൈവത്തിന്റെ വചനം കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിച്ചു. നമ്മൾ ഈ ഹിസ്റ്ററിക്കൽ ബുക്സിൽ പഠിക്കുന്നത് ഒരു പാരലൽ കോളേജ് പോലുള്ള ഒരു സംവിധാനമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ് സെക്യുലർ ആയിട്ടുള്ള ഡിഗ്രികൾ കോളേജ് ടൈം അല്ലാത്ത ടൈമിൽ സമയങ്ങൾ വാടകയ്ക്കെടുത്ത് തുറന്നോസിന്റെ പാഠശാല വാടകയ്ക്കെടുത്ത് പൗലോസ് ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചു. അങ്ങനെ അനേകർ വചനം പഠിച്ച് ടർക്കി എന്ന വലിയ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലേക്ക്, എഫസോസ്, സ്മുർണ, തുയഥൈരിയ, ഫിലദൽഫിയ, നമ്മൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന പല സിറ്റീസിലേക്കും ദൈവമക്കൾ ദൈവത്തിന്റെ വചനം പഠിച്ചു കടന്നുപോയി. അങ്ങനെയാണ് അവിടെ എല്ലാ സഭകൾ സ്ഥാപിക്കപ്പെട്ടത്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പം അതിന്റെ എല്ലാം ഒരു എപ്പിസെന്റർ എന്ന് പറയുന്നത് എഫസോസ് ആയിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അർത്തമീസ് ദേവിയുടെ ഏറ്റവും വലിയ ശക്തി ഉയർന്നു നിൽക്കുന്ന പട്ടണം. ഇതുപോലെ തന്നെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരുന്നു കൊരിന്ത് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ കേരളത്തിന്റെ കൾച്ചറൽ ക്യാപിറ്റല് തൃശ്ശൂരാണെന്ന് പറയുന്നത് പോലെ ഗ്രീസ് എന്ന വലിയ രാജ്യത്തിന്റെ ഒരു കൾച്ചറൽ ക്യാപിറ്റൽ ആയിരുന്നു കൊരിന്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ പട്ടണം ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഏകദേശം 1.5 വർഷം അവിടെ പാർത്ത് കർത്താവിന്റെ വേല ചെയ്തു. അപ്പൊ ഈ 1.5 വർഷത്തിൽ തനിക്ക് ഏറ്റവും സഹായമായിരുന്ന ഒരു കുടുംബമുണ്ട്, എല്ലാവർക്കും കാണാതെ അറിയാം, അക്വിലാസ്, പ്രിസില്ല. ആ കുടുംബത്തെ കുറിച്ച് ബൈബിളിൽ പരാമർശങ്ങളുണ്ട്. പല പട്ടണങ്ങളിലും ആ കുടുംബം പൗലോസിന് ഒരു ആശ്വാസമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രത്യേകിച്ച് കൂടാരപ്പണി ചെയ്തിട്ടാണ് പൗലോസ് എന്ത് ചെയ്തത്? കൊരിന്തിലെ തന്റെ വേല മുന്നോട്ട് കൊണ്ട് ഒരു പാർട്ട് ടൈം ശുശ്രൂഷ അല്ലെങ്കിൽ ഒരു ബൈവോക്കൽ ശുശ്രൂഷ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം ഒരു കാർപ്പൻറ്റർ ചെയ്തുകൊണ്ട് തന്നെ കർത്താവിന്റെ വേല അവിടെ ചെയ്തു. അപ്പം അവിടെ ആ ജോലി ചെയ്യുമ്പോൾ തന്നോട് ചേർന്ന് ജോലി ചെയ്ത 2 വ്യക്തികളായിരുന്നു അക്വിലാസും പ്രിസില്ലയും. അപ്പം ഇവർ രണ്ടുപേരും അവിടുത്തെ ശുശ്രൂഷയ്ക്ക് ഒരു വലിയ ബാക്ക് ബോൺ ആയിരുന്നു. അത് ഫിനാൻഷ്യൽ ആകട്ടെ സ്പിരിച്വൽ ആകട്ടെ പൗലോസിന്റെ ശുശ്രൂഷയുടെ മുന്നേറ്റത്തിന് അവരുടെ പ്രാർത്ഥന, അവരുടെ സാമ്പത്തിക കൂട്ടായ്മ, അവരുടെ ആത്മീയ കൂട്ടായ്മ, അവരുടെ ഭവനം, എല്ലാ നിലകളിലും ഒരു അനുഗ്രഹമായി തീർന്ന ഒരു കാലഘട്ടം. അവിടെ നിന്നാണ് കൊരിന്തിൽ ഒരു സഭ രൂപപ്പെടുവാനിടയായത്. ഒരു വലിയ വളർച്ചയാണ് കൊരിന്ത് സഭയ്ക്ക് ദൈവം കൊടുക്കുവാനിടയായത്. ദൈവത്തിന്റെ സ്തോത്രം. ഈ കൊരിന്ത് സഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ കൃപാവരങ്ങളിൽ കുറവില്ലാത്ത ഒരു സഭയെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. എല്ലാ കൃപാവരങ്ങളാലും നിറയപ്പെട്ട, നിങ്ങൾ ഇമാജിനേഷനിൽ ഒന്ന് ചിന്തിച്ചേ ഇല്ലേ, എല്ലാ ഗിഫ്റ്റുകളും ഉള്ള ഒരു ചർച്ച, ലാക്കിംഗ് നത്തിങ് ഇല്ലേ, ഒരു കൃപാവരങ്ങളിലും കുറവില്ലാത്ത ഒരു സഭ. അങ്ങനെ ഒരു സഭയാകണം റിജോയ്സ് എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? ഇല്ലേ? ദൈവത്തിന് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം എല്ലാ ഗിഫ്റ്റുകളുള്ള പ്രവാചകന്മാരുണ്ട്, രോഗശാന്തി വരപ്രാപ്തരുണ്ട്, ഭൂതശാന്തി വരപ്രാപ്തരുണ്ട്, ദൈവത്തിന് സ്തോത്രം, വ്യാഖ്യാനിക്കുന്നവരുണ്ട്, ദർശനങ്ങളെ കാണുന്നവരുണ്ട്, അനേകരെ സഹായിക്കുന്ന വരമുള്ളവരുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത വരങ്ങളുള്ള ഗിഫ്റ്റുകളുള്ള ഒരു സഭയായിരുന്നു കൊരിന്ത് സഭ. സ്പിരിച്വലി വളരെയധികം മുന്നേറിയ മുൻപന്തിയിലേക്ക് വന്ന ഒരു ദൈവസഭയാണ് ദൈവത്തിന്റെ സ്തോത്രം കൊരിന്ത് സഭ എന്ന് പറയുന്നത്. പക്ഷേ ഒരു ഘട്ടത്തിൽ കൊരിന്ത് സഭ, പ്രത്യേകിച്ച് ദൈവമക്കൾ സ്പിരിച്വലായി വീക്കായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ അവരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച, വേദനപ്പെടുത്തിയ ചില വിഷയങ്ങളുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. സ്പിരിച്വൽ റീസൺസും ഉണ്ട്, ഞാനത് നിഷേധിക്കുന്നില്ല. എങ്കിലും സ്പിരിച്വൽ റീസൺസിനോടൊപ്പം അവരുടെ ഹൃദയത്തിന് മുറിവേറ്റ, സ്പിരിച്വലായി അവർ വളരെ വീക്കായി പോയ ഒത്തിരി സാഹചര്യങ്ങൾ കൊരിന്ത് സഭയിൽ രൂപപ്പെടുവാനിടയായി. അപ്പൊ ഈ സഭയെ ആത്മാവിൽ ബലപ്പെടുത്താൻ, ശക്തീകരിക്കാൻ, സ്പിരിച്വലി നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ദൈവത്താൽ എഴുതപ്പെട്ട ഒരു ലേഖനമാണ് കൊരിന്തിയ ലേഖനം, പ്രത്യേകിച്ച് കൊരിന്തിയർക്ക് എഴുതിയ 2-ാം ലേഖനം. അതിൽ 1-ാം അധ്യായം തന്നെ ഒരു വലിയ മോട്ടിവേഷൻ ആയിട്ട് പൗലോസ് അവരോട് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവത്തിന്റെ പ്രവൃത്തിയെക്കുറിച്ചും ദൈവത്തിന്റെ വിടുതലിനെ കുറിച്ചും ദൈവത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും ഒക്കെ പൗലോസ് പറയുമ്പോൾ
തന്റെ ജീവിതത്തിലെ ഒരു എക്സാമ്പിൾ എടുത്തുകൊണ്ടാണ് അവരെ ബലപ്പെടുത്തുന്നത്. ദൈവത്തിന് സ്തോത്രം. തന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവത്തെ നമ്മൾ കുറിവാക്യത്തിൽ അത് വായിക്കുമ്പോൾ ക്ലിയർ ആയി മനസ്സിലാകും. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. അപ്പം ഒരു വലിയ ക്രൈസിസ് തന്റെ എക്സ്പീരിയൻസിൽ നിന്ന് പോയിന്റ് ചെയ്തുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം പൗലോസ് സഭയെ എക്സോർട്ട് ചെയ്യാൻ അല്ലെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഈ വചനം ധ്യാനിച്ചപ്പോൾ, ദൈവമക്കൾ അനുഭവങ്ങൾ ഉള്ളവരായിരിക്കണം. എല്ലാ ദൈവമക്കളും ദൈവദാസന്മാരും എങ്ങനെയുള്ളവരായിരിക്കണം? സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് നമ്മളെ പല ശോധനകളിലൂടെ പല അനുഭവങ്ങളിലൂടെ ദൈവം കടത്തിവിടുക. കാരണം മറ്റുള്ളവരെ ബലപ്പെടുത്തണമെങ്കിൽ ഇതിന്റെ വേദന നമ്മൾ അറിയണം, എങ്കിൽ മാത്രമേ. കാരണം ഒരു രോഗത്തിന്റെ വേദന അറിഞ്ഞവർക്ക് ആ രോഗത്തിലൂടെ പോകുന്നവരെ എന്ത് ചെയ്യാൻ പറ്റൂ? ബലപ്പെടുത്താൻ പറ്റൂ. ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് അനുഭവിക്കുന്നവർക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ പോകുന്നവരെ എന്ത് ചെയ്യാൻ പറ്റൂ? ദൈവത്തിന് സ്തോത്രം. ഞാൻ ജീവിതത്തിൽ പല അനുഭവങ്ങളിലൂടെ കടത്തി വിടുമ്പോൾ ചിലപ്പോൾ ദൈവത്തോട് ചോദിക്കും എന്ത്, പക്ഷേ നമ്മൾ അനുഭവം ഇല്ലാതെ പ്രാർത്ഥിക്കുന്നതും അനുഭവത്തോടെ പ്രാർത്ഥിക്കുന്നതും വ്യത്യസ്തമാണ്. ഞാനത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം ഒരു ദൈവമക്കള് അല്ലെങ്കിൽ ഒരു ദൈവ പൈതല്, അത് റിജോയ്സിലാകട്ടെ, ഞാൻ ഇപ്പൊ ശുശ്രൂഷിക്കുന്ന സഭയിലാകട്ടെ, മറ്റൊരു ചർച്ചിലാകട്ടെ, ഒരു ദൈവമക്കള് നമ്മളോട് വന്നൊരു വേദന പറയുമ്പം നമ്മുടെ ഹൃദയത്തിൽ തട്ടണമെങ്കിൽ അതിന്റെ ഒരു ചെറിയ അനുഭവമെങ്കിലും നമുക്ക് ഉണ്ടാകണം, ഇല്ലേ? എന്നാൽ മാത്രമേ അവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റൂ. അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു പോകും, കർത്താവെ അജിത് ബറിനെ അനുഗ്രഹിക്കണേ, അല്ലെങ്കിൽ നിമ്മിസസിനെ അനുഗ്രഹിക്കണേ, നമ്മൾ പ്രാർത്ഥിച്ചു പോകും. പക്ഷേ അവരുടെ വേദന നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മുടെ ജീവിതവും ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകണം. ആ എക്സ്പീരിയൻസിലൂടെ കടന്നു പോയാൽ മാത്രമേ ദൈവത്തിന് സ്തോത്രം അത് മറ്റുള്ളവർക്ക് ഒരു ബലമായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുക. ആ വിഷയം നമ്മുടെ ഭാരമായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ. അപ്പൊ പൗലോസ് പറയുക, ഡോണ്ട് ബി ഡിസ്കറേജ്. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. കണ്ടോ, തന്റെ അനുഭവം പറഞ്ഞുകൊണ്ടാണ് ആ സഭയെ ഉത്സാഹിപ്പിക്കുവാൻ, ബലപ്പെടുത്തുവാൻ പൗലോസ് എന്ത് ചെയ്യുന്നത്? അവിടെ ശ്രമിക്കുന്നത്. ആ കുറിവാക്യത്തിന്റെ അർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതിന്റെ കോണ്ടെക്സ്റ്റ് ഇതാണ്. ദൈവത്തിന് സ്തോത്രം. സഭയെ സ്പിരിച്വലായി വീക്കായ ഒരു ചർച്ചിനെ ആത്മാവിൽ ബലപ്പെടുത്തുവാൻ പൗലോസ് തന്റെ അനുഭവം എടുത്തു പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വർഷം കഴിയാൻ ഒരു 2 മാസം കൂടെ നമ്മുടെ മുൻപിലുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഇങ്ങനൊന്ന് പ്രാർത്ഥിച്ച, കർത്താവേ നല്ല ചില ആത്മീയ അനുഭവങ്ങൾ ഞങ്ങൾക്ക് തരണം. അനേകരെ ബലപ്പെടുത്തുന്ന, അനേകരെ ശക്തീകരിക്കുന്ന, അനേകരെ ധൈര്യപ്പെടുത്തുന്ന വ്യക്തികളായി ഞങ്ങൾ മാറണം. അത് ദൈവമക്കളുടെ ഇടയിൽ മാത്രമല്ല കേട്ടോ. അല്ല, നമ്മൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക് ഒരു 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 മോട്ടിവേഷൻ കൊടുക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നല്ല സ്പിരിച്വൽ എക്സ്പീരിയൻസുകൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാപിക്കണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവരെ ബലപ്പെടുത്തുവാൻ, ധൈര്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ആ വലിയ ബലത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പൊ പൗലോസിന്റെ അനുഭവങ്ങളിലൂടെ നമുക്കൊന്ന് പോകാം. കൊരിന്ത സഭയോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുമ്പോൾ പറയുന്ന 4 വാക്കുകളാണ് ഇന്ന് രാത്രി നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. 4 വേർഡ്സ്. പൗലോസ് ആ സഭയോട് പറയുന്ന 4 വാക്കുകളുണ്ട്. ഒന്നാമത്തെ വാക്ക് നിരാശ എന്ന വാക്കാണ്. ഡെസ്പെയർ എന്ന വാക്കാണ്. ദൈവമക്കൾ ശ്രദ്ധിക്കണം. നിരാശ അല്ലെങ്കിൽ ഡെസ്പെയർ എന്ന വാക്കാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ വാക്ക് ഭാരം എന്ന വാക്കാണ്, അല്ലെങ്കിൽ പ്രഷർ എന്ന വാക്കാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. നമ്മൾ ആ വാക്കുകളിലേക്ക് വരും. ഒന്നാമത്തെ വാക്ക് മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. അതിങ്ങനെയാണ്, നിരാശ എന്ന വാക്ക്. അത് ഡെസ്പെയർ എന്നാണ് ഇംഗ്ലീഷ് ബൈബിൾ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ പദം ഭാരം എന്ന വാക്കാണ്. പ്രഷർ എന്നൊരു പദമാണ് നമ്മൾ അവിടെ കാണുന്നത്. മൂന്നാമത്തെ പദം നിർണയം എന്നൊരു പദമാണ്. നമ്മൾ അത് വായിച്ചു പോയി. നമ്മൾ കുറിവാക്യം വായിച്ചപ്പോൾ നിർണയം എന്ന ഒരു വാക്ക്. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പം നിർണയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഫേം തോട്ട്സ്, അല്ലെങ്കിൽ ഉറച്ച ചില ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകും. പൗലോസ് ഉപയോഗിക്കുന്ന ഒരു പദം നിർണയം എന്നൊരു പദം നമ്മൾ ആ വാക്കുകളിൽ കടന്നു വരും. നാലാമത്തെ പദം ആശ എന്നൊരു പദമാണ്. ആശ എന്ന പദത്തിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഹോപ്പ് എന്ന പദമാണ്. വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു പദമാണ്. ഈ 4 വേർഡ്സ് ആണ് നിങ്ങളോട് ഇന്ന് രാത്രി അല്പനിമിഷങ്ങൾ സംസാരിപ്പാൻ ഞാൻ ആഗ്രഹം. ഒന്ന് ഡെസ്പെയർ എന്ന പദമാണ്, നിരാശ എന്ന പദം. 2 ഭാരം എന്ന പദം, പ്രഷർ എന്നൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 3 നിർണയം എന്നൊരു പദമാണ്. ഒരു ഫേം അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ, ഒരു തീരുമാനം എന്നുള്ള ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 4 ആശ എന്ന പദം, ഹോപ്പ് എന്ന പദമാണ് അവിടെ എഴുതി. ഈ 4 പദങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. അപ്പൊ ഒന്നാമത്തെ വാക്ക് നിരാശ എന്ന വാക്കാണ്. നാലാമത്തെ വാക്ക് ഏതാ പറഞ്ഞത്?
ആശ എന്ന വാക്കാണ്. അപ്പൊ നിരാശ എന്ന വാക്കിനകത്ത് നാലാമത്തെ വാക്കും ഉണ്ട്. ഏത്? ആശ എന്ന വാക്ക്. അപ്പൊ നമ്മള് തുടങ്ങുന്നത് നിരാശയിലാണ്, പക്ഷെ എൻഡ് ചെയ്യുന്നത് എവിടാണ്? ഇന്ന് രാത്രി ഒരല്പസമയം ദൈവം നമുക്ക് തരുമ്പോ വി വിൽ സ്റ്റാർട്ട് ഇൻ ഡിസ്പെയർ. നിരാശ എന്ന വാക്കിൽ ആരംഭിച്ച് ഹോപ്പ് എന്ന പദത്തിൽ, ആശ എന്ന പദത്തിൽ നമ്മൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. ഈ 4 വാക്കുകൾ എത്രമാത്രം വിവരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്ക് ലഭിക്കുന്ന സമയത്തിനകം അത് ചിന്തിപ്പാൻ പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ അല്ല, പക്ഷേ ദൈവവചനം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. എപ്പോഴും ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ഇന്ന് രാത്രി ആ വാക്കുകളിലൂടെ നമുക്ക് കടന്നു പോകാം. ഇനി ഒന്നാമത്തെ വാക്ക് കിടക്കുന്നത് 8-ാം വാക്യത്തിലാണ്. ഇനി ആ വാക്യം ഞാനൊന്ന് വായിക്കാൻ പോകുക. ആ വാക്ക് നിങ്ങളൊന്ന് നോട്ട് ചെയ്യണേ. നിരാശ എന്നൊരു വാക്ക്. 8 വേഴ്സ് 8. സഹോദരന്മാരെ, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിപ്പാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ്. കണ്ടോ ആ പദം നിങ്ങൾ ശ്രദ്ധിച്ചോ? നിരാശ തോന്നുമാറ്. അപ്പം ഈ നിരാശ എന്ന പദം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാ. ഇത് ആരുടെ ജീവിതത്തിൽ ഉണ്ടായതാ? പ്രസംഗിക്കുന്ന എന്നിലോ കേൾക്കുന്ന നമ്മളിലോ ഉണ്ടായതല്ല, മറിച്ച് പുതിയ നിയമം കണ്ട ഏറ്റവും ശക്തനായ വ്യക്തിയിൽ ഉണ്ടായ ഒരു ഇമോഷനാണ്. എന്തുവാ? നിരാശ. ദൈവത്തിന് ഡിസ്പെയർ എന്ന പദം, നിരാശ. അപ്പം ഈ നിരാശ എന്ന പദം ഞാൻ ഗ്രീക്ക് ഭാഷയിൽ ഒന്നിങ്ങനെ ചിന്തിച്ചപ്പം അതിന്റെ 2 അർത്ഥങ്ങൾ കർത്താവിനെ ചിന്തിപ്പിച്ചു. നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് കൊടുത്തിരിക്കുന്ന 2 അർത്ഥമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ പദം അവിടെ കൊടുത്തിരിക്കുന്നത് വിഷാദം എന്നൊരു പദമാണ്. വിഷാദം എന്ന പദത്തിന്റെ ഇംഗ്ലീഷ് ഭാഷ എല്ലാവർക്കും കാണാതെ അറിയാം, ഡിപ്രഷൻ. ദൈവത്തിന് സ്തോത്രം. വിഷാദം എന്നൊരു പദമാണ് നിരാശയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനി രണ്ടാമത്തെ ഒരു അർത്ഥം കർത്താവിനെ ചിന്തിപ്പിച്ചത്, ആ വാക്കിന്റെ മൂല അർത്ഥം ഇങ്ങനെയാണ്: അവിശ്വാസം എന്നൊരു പദമാണ്. അൺഫെയ്ത്ത്ഫുൾനെസ്, വിശ്വാസമില്ലാത്ത ഒരവസ്ഥ. അപ്പൊ ഈ 2 വാക്കുകൾ ശ്രദ്ധിക്കണം. നിരാശ എന്ന വാക്കിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന 2 അർത്ഥങ്ങൾ. ഒന്നാമത്തെ അർത്ഥം വിഷാദം എന്ന വാക്കാണ്. 2 അവിശ്വാസം എന്ന വാക്കാണ്. ഈ വാക്കുകൾ നമുക്കൊരല്പസമയം ഒന്ന് ചിന്തിക്കാം. വിഷാദം, ഡിപ്രഷൻ. എന്താ ഡിപ്രഷൻ എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ രോഗം ഏതാണെന്ന് കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ എഴുതിയ ഒരു കുറിപ്പ് കണ്ടപ്പം ഞാൻ വിചാരിച്ചു ഹാർട്ട് ഡിസീസോ ന്യൂറോ ഡിസീസോ ഒക്കെയാണ്. അപ്പം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ഏതാണെന്ന് അദ്ദേഹം ഇങ്ങനെ എഴുതി വന്നപ്പം ഒന്നാമത് കിടക്കുന്ന രോഗം എന്താണ്? ഡിപ്രഷൻ, വിഷാദം. എല്ലാവർക്കും എന്തുണ്ട്? ദൈവത്തിന് സ്തോത്രം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഡിപ്രഷൻ ഉള്ള ആളായിരുന്നോ പോൾ എന്ന് ചോദിച്ചാൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്ത് വന്നു? അപ്പം ശ്രദ്ധിക്കണം, പ്രസംഗിക്കുന്ന ഞാനോ കേൾക്കുന്ന നമ്മളോ വി ആർ നോട്ട് ഇമ്മ്യൂൺ ടു ഡിപ്രഷൻ. അതിൽ നിന്ന് മാറി നിൽക്കുന്നവരല്ല. നമുക്കെല്ലാം എന്തുണ്ടാകാൻ സാധ്യതയുണ്ട്? ഒരു നല്ലൊരു വാസപ്രാർത്ഥനയായിരുന്നു പാസ്റ്റർ വന്ന് ഡിപ്രഷനെ കുറിച്ച് പ്രസംഗിക്കുന്നത് എന്തിനാ? പൗലോസിന്റെ ജീവിതത്തിലും എന്തുണ്ടായി? വിഷാദമുണ്ടായി, ഡിപ്രഷൻ ഉണ്ടായി. ഈ ഡിപ്രഷൻ ഉണ്ടായപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ്. കണ്ടോ പൗലോസ് എങ്ങനെ ചിന്തിച്ചു? ഡിപ്രഷൻ അകത്ത് വന്നപ്പോ പൗലോസിന്റെ തോട്ട്സ് ഏതൊക്കെ ലെവലിൽ പോയി? ഇനിയും ജീവിച്ചിരിക്കില്ല എന്നൊരു ചിന്ത മനസ്സിനകത്ത്. ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നാള് നമ്മൾ പൗലോസിനെ കുറിച്ച് കേട്ട ചിന്തകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വിചാരിച്ചത് ഹീസ് എ ബോൾഡ് മാൻ, ഹീസ് എ സ്ട്രോങ് മാൻ, ഹീസ് എ മാൻ ഓഫ് കൺവിക്ഷൻ, ഹീസ് എ മാൻ ഓഫ് ഫെയ്ത്ത്, ഹീസ് എ മാൻ ഹു റോട്ട് 14 ലെറ്റേഴ്സ്. നമുക്ക് പൗലോസിനെ കുറിച്ചുള്ള ചിന്തകൾ മാറിപ്പോകുകയല്ല, പക്ഷെ ഒന്നും കൂടെ ക്ലാരിറ്റി വരിക. ഈവൻ പോളിന്റെ ലൈഫിലും എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയ ചില ഘട്ടങ്ങൾ എന്ത് ചെയ്തു? ജീവനോടിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ്. ആ ഫീലിങ്സ് ആരുടെ മനസ്സിൽ വന്നു? പക്ഷേ ഹി ഓവർകെയിം ദാറ്റ്. ആ ഫീലിങ്സിനെ എല്ലാം താൻ എന്ത് ചെയ്തു? ഓവർകം ചെയ്തു. ദൈവം തന്റെ മേൽ പകർന്ന അഭിഷേകം കൊണ്ട് ദൈവം അതിനെ എല്ലാം എന്ത് ചെയ്തു? അപ്പം ഞാനൊരു കാര്യം പറയാം, മനുഷ്യരെല്ലാം ഫീലിങ്സ് ഉള്ളവരല്ലേ? നമുക്കെല്ലാം എന്തുണ്ട്? ഫീലിങ്സ് ഉണ്ട്. ഫീലിങ്സ് നമ്മളെ പലരും മൂഡ് സ്വിങ്സിലേക്കും കൊണ്ടുപോകും. നമ്മൾ ഇന്നത്തെ ലാംഗ്വേജ് ഞാൻ അങ്ങ് ഉപയോഗിക്കാം. മൂഡ് സ്വിങ് ഇല്ലാത്ത ആരുമില്ല. എല്ലാവർക്കും എന്തുണ്ട്? കണ്ടോ, ചിലർ ഇരിക്കുമെന്ന് കാണുമ്പോൾ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. നമുക്കെല്ലാം എന്തുണ്ട്? ചിലരുടെ മുഖത്ത് ചിരിയുണ്ട്, ചിലരുടെ മുഖത്ത് സന്തോഷമുണ്ട്, ചിലരുടെ മുഖത്ത് ഭയങ്കര ഒരു നിരാശ തോന്നും. നമുക്കെല്ലാം എന്തുണ്ട്? ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് ആ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നത് അല്ലേ? അതൊരു യാഥാർത്ഥ്യമായ കാര്യമാണ്. പക്ഷേ
ഒരു യഥാർത്ഥ ദൈവ പൈതൽ ഇതിനെല്ലാം പെട്ടെന്ന് ഓവർകം ചെയ്യും. ഞാൻ പറയുന്നത് ഈ ഫീലിങ്സ് ഉണ്ടാകത്തില്ലെന്നല്ല, ഒരിക്കലും അല്ല, ഇതുണ്ടാകും. വി ആർ പ്രോൺ ടു ദാറ്റ്. നമ്മളെല്ലാം ആ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടവരാ. പക്ഷേ ദൈവം നമ്മുടെ മേൽ പകർന്ന അഭിഷേകം എന്ന് പറയുന്നത് ഈ ഫീലിങ്സിനെ അതിജീവിക്കുന്ന, ഓവർകം ചെയ്യുന്ന ദൈവത്തിന്റെ സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഒരു വാക്ക് ബി ഓവർകമേഴ്സ്. ഇതിനെ ജയിക്കുന്നവരായി നമ്മൾ എന്ത് ചെയ്യണം? മാറണം. ദൈവത്തിന് സ്തോത്രം. പിശാച് കൊണ്ടിടുന്ന ചില ചിന്തകളുണ്ട്, നിരാശകളുണ്ട്. അത് സത്യമല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇറ്റ് ഈസ് എ ട്രൂത്ത്. ഇറ്റ് ഈസ് എ ട്രൂത്ത്. എല്ലാവരും ആ ഘട്ടങ്ങളിലൂടെ. പക്ഷേ ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം, കർത്താവെ വളരെ വേഗം അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ബലം എനിക്ക് തരണം. അതെന്റെ ജോലിയിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളിലാകട്ടെ, എന്റെ സ്പിരിച്വൽ ലൈഫിനെ തകർത്തു കളയുന്ന ഫീലിങ്സ് എന്നിൽ ഉണ്ടാകരുത്. മറിച്ച് അതിനെ ഓവർകം ചെയ്യുവാൻ ഒരു പ്രത്യേക അഭിഷേകം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന നമ്മുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകർന്നു തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ നിരാശ വന്നാലുള്ള കുഴപ്പം രണ്ടാമത്തെ അർത്ഥത്തിലുണ്ട്. അവിശ്വാസം നമുക്കുണ്ടാകും. നമ്മുടെ ഫെയ്ത്ത് നഷ്ടപ്പെടും. നമ്മുടെ ദൈവത്തിലുള്ള വിശ്വാസം ഒരു ഘട്ടത്തിലെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ, നമുക്കതിനെ റീഗെയിൻ ചെയ്യണ്ടേ. ദൈവത്തിന് സ്തോത്രം. ഈ ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ഫീൽഡിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, റെസീലിയൻസ്. ഒരു വാക്ക് അല്ലേ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. എന്താ റെസീലിയൻസ് എന്ന് പറയുന്നത്? ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷനിൽ നിന്നും നോർമൽസിയിലേക്ക് തിരിച്ചു വരാനുള്ള കപ്പാസിറ്റിയാ. എന്തുവാ റെസിലിയൻസ് എന്ന് പറയുന്നത്? പെട്ടെന്ന് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാ. ഞാൻ ദൈവമക്കളോട് ചോദിക്കട്ടെ, പലപ്പോഴും ഫീലിങ്സിനും സാഹചര്യങ്ങൾക്കും നമ്മൾ അടിമപ്പെട്ടു പോയിട്ടില്ലേ? നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ അത് ബാധിച്ചിട്ടില്ലേ? നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഒരു ഫുൾ സ്റ്റോപ്പ് പോലെ ചില ഘട്ടങ്ങളിലെങ്കിലും നിന്ന് പോയിട്ടില്ലേ? പക്ഷെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ച ആ റെസീലിയൻസ് എനിക്ക് വേണം കർത്താവേ, ടു ബൗൺസ് ബാക്ക്. ആ പഴയ സിറ്റുവേഷൻ, ഒരു ആത്മീയ തലത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു വലിയ അഭിഷേകം എനിക്ക് ആവശ്യമാണ് എന്ന് ഈ ഉപവാസത്തിന്റെ രണ്ടാമത് രാത്രിയിൽ പ്രാർത്ഥിച്ചാൽ അത് ചെയ്യാൻ ഇന്ന് രാത്രി ദൈവം വിശ്വസ്തനാ കേട്ടോ. ദൈവത്തിന് സ്തോത്രം. നിരാശകളിൽ നിന്ന് നമ്മെ പിടിച്ചു കയറ്റുന്ന ഒരു കരമുണ്ട് കേട്ടോ. നമ്മളെ ആത്മാവിൽ ബലപ്പെടുത്തുന്ന ഒരു കരമുണ്ട്. ആ കരം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ കർത്താവിന്റെ ശക്തമേറിയ ഒരു ദൈവ പ്രവർത്തനം ഭവനങ്ങളിൽ വെളിപ്പെടുത്തുവാൻ ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ലെറ്റ് us നോട്ട് ബി ഓവർകം ബൈ ഫീലിങ്സ്. ഈ ഫീലിങ്സ് നമ്മളെ ഓവർകം ചെയ്യാതെ അതിനെ ഓവർകം ചെയ്യുന്ന ഹല്ലേലൂയ ഒരു ദൈവകൃപ ഈ ദിവസങ്ങളിൽ പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുമാറാകട്ടെ. ഹല്ലേലൂയ. വചനം കൊണ്ടാണ് നമ്മൾ ഇതിനെ ഓവർകം ചെയ്യുന്നത്. ആത്മബലം കൊണ്ട്, സ്പിരിച്വൽ സ്ട്രെങ്ത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ഓവർകം ചെയ്യുന്നത്. ഈ യേശുവിനും വിശന്നു എന്ന ഇല്ലേ, ഉപവസിച്ച് കഴിഞ്ഞപ്പോ യേശുവിന് എന്തുണ്ടായി? അപ്പൊ അവിടെ എഴുതിയിരിക്കുക അതൊരു ഫീലിംഗ് അല്ലേ. ഹങ്കർ എന്ന് പറയുന്നത് എന്തുവാ? ഒരു ഫീലിംഗ്. പക്ഷെ ആ ഫീലിങ്സിനെ പിശാചിന്റെ ഒരു ടാർഗറ്റായി തീരാതെ കർത്താവ് അതിജീവിച്ചത് എങ്ങനെ? വചനം കൊണ്ടാ, സ്പിരിച്വൽ സ്ട്രെങ്ത് കൊണ്ടാ. ഇതുപോലെ തന്നെ ഫീലിങ്സിനെയും മരുഭൂമികളെയും ദൈവമക്കൾ ആത്മാവിൽ ഓവർകം ചെയ്യുന്നവരായി തീരണം. ഈ ഉപവാസത്തിന്റെ ലക്ഷ്യവും അത് തന്നെയാ. നമ്മൾ 3 ദിവസം 7 ദിവസം 21 days ഒക്കെ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുക എന്തിനാന്ന് ചോദിച്ചാൽ ടു ഓവർകം, ചിലതിനെ അതിജീവിപ്പാനുള്ള ഒരു റെസീലിയൻസ് പവർ നമ്മൾ എന്ത് ചെയ്യുക? ആത്മാവിൽ പ്രാപിച്ചെടുക്കുക. പ്രിയ ദൈവമക്കളെ, നമുക്കത് പ്രാപിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ നമ്മൾ ക്ഷീണിച്ചു പോകും കേട്ടോ. ദൈവത്തിന്റെ സ്തോത്രം. ആ നിരാശകളെ ഓവർകം ചെയ്യാനുള്ള ഒരു വലിയ ബലം നമ്മൾ എന്ത് ചെയ്യണം? പ്രാപിക്കണം. രണ്ടാമത്തെ വാക്കിലേക്ക് ഞാൻ വേഗം പോകട്ടെ. നിരാശ എന്ന വാക്കിന്റെ 2 അർത്ഥങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാനിടയായി. രണ്ടാമത്തെ പദം ഭാരം എന്നൊരു പദമാണ്. പ്രഷർ എന്നൊരു പദമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. BP ഉള്ള എല്ലാവർക്കും ഈ വാക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ? നമ്മൾ കേൾക്കുന്ന ഏറ്റവും വലിയൊരു പ്രഷർ ബ്ലഡ് പ്രഷർ എന്നൊരു പദമാണ്. ഇതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് മരുന്ന് ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ചെറിയ BP ഒക്കെ ആണെങ്കിൽ ഡോക്ടർ പറയും നടന്നാൽ മതി, ഫുഡ് കൺട്രോൾ ചെയ്താൽ മതി, ദൈവത്തിന് അല്ലെങ്കിൽ അതുപോലെ എക്സസൈസ് ചെയ്താൽ മതി എന്നൊക്കെ പറയും. പക്ഷെ കൂടിപ്പോയാൽ അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? മെഡിസിൻ തന്നെ ആവശ്യമാണ്. കാരണം അതൊരു പ്രഷറാ, നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ അനുഭവങ്ങളിലൂടെ പോകുമ്പോഴാ പ്രഷർ നമ്മൾ എന്ത് ചെയ്യുന്നേ? ദൈവത്തിന് സ്തോത്രം. ഈ കൊച്ചു പിള്ളേരോട് BP എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ പ്രായമുള്ളവരോട് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും? ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ അതിലൂടെ പോകുന്നവരാ ഇല്ലേ? അപ്പം എന്താ ശരിക്കും BP? നമുക്ക് നമ്മുടെ വർക്ക് ലോഡ് ആകട്ടെ, കുടുംബ പ്രഷർ ആകട്ടെ, നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. താങ്ങാൻ പറ്റാതെ വരുമ്പോൾ
വി നീഡ് സം മെഡിസിൻസ് ടു സപ്പോർട്ട്, അല്ലേ? നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എന്താ ആവശ്യമാണ്? പല പ്രഷറുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അത് നമ്മുടെ ശക്തിക്ക് മീതെ. ഇനി ആ വാക്കിന്റെ അടുത്ത വാക്കൊന്ന് വായിക്കുമ്പോൾ അത് കുറച്ചും കൂടെ ക്ലിയർ ആവും കേട്ടോ. ഞാൻ അത് വായിക്കാം. അത് 8-ാം വാക്യത്തിലാണ് കൊടുത്തിരിക്കുന്നത്. നിരാശ തോന്നുമാറ്. അടുത്ത വാക്കൊന്ന് ശ്രദ്ധിച്ചേ. ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ശക്തിയിൽ ഞങ്ങൾ കുറെ പിടിച്ചു നിന്നു, പക്ഷെ ശക്തിക്ക് മീതെ അത് പോയപ്പം ഞങ്ങൾ എന്ത് ചെയ്തു? അപ്പൊ പ്രഷർ വരുന്നത് എന്നതാ, നമുക്കെല്ലാം ഒരു മെന്റൽ പവർ അല്ലെങ്കിൽ ഒരു വിൽ പവർ ഉണ്ട്, പക്ഷെ അതിനപ്പുറത്ത് ഇത് പോകുമ്പോഴാണ് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റാതെ വരുന്നത്. ദൈവത്തിന് സ്തോത്രം. താങ്ങാൻ പറ്റാതെ വരും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പൊ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ പൗലോസ് പറയുകയാണ്, ഈ ഭാരം എന്റെ മേലും വെളിപ്പെട്ടു. കേട്ടോ, 14 ലേഖനങ്ങൾ എഴുതിയ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ആ വ്യക്തിയുടെ ജീവിതത്തിലും എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. അപ്പൊ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്നതിൽ വലിയ 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 സംഭവമൊന്നുമില്ല. കാരണം പൗലോസിന്റെ ജീവിതത്തിലും ഈ വലിയ ഭാരം തന്നെ എന്ത് ചെയ്തു? പക്ഷെ കർത്താവ് പറയുന്ന ഒരു വാക്ക് വളരെ ചിന്തനീയം, ഇതിനോട് ചേർത്ത് പഠിക്കാം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചു കൊടുക്കുക. എത്ര ശ്രേഷ്ഠമായ ഒരു വാക്കല്ലേ സുവിശേഷങ്ങൾ കാണുന്നത്. കാസ്റ്റ് യുവർ ബർഡൻസ് അപ്പോൺ ഹിം. നിന്റെ സകല ഭാരങ്ങളും അവന്റെ മേൽ വെച്ചു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. അപ്പം ശ്രദ്ധിക്കുക, ഏതൊരു മനുഷ്യനും എന്തുണ്ട്? ഭാരമുണ്ട്. ഭാരമില്ലെന്നല്ല കർത്താവ് പഠിപ്പിച്ചത്. എല്ലാവർക്കും എന്തുണ്ട്? നമ്മുടെ കൊച്ചു ക്ലാസ്സുകളിൽ നമ്മളെ മലയാളം ടീച്ചർ പഠിപ്പിച്ചു, ഉറുമ്പിന് അരിഭാരം, ആനയ്ക്ക് പഠിച്ച എത്ര പേരുണ്ട്? ഓർമ്മയുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എന്നെക്കാൾ പ്രായമുള്ളവരാണ് കൂടുതലും ഇരിക്കുന്നത്. ഉറുമ്പിന് അരിഭാരം, ആനയ്ക്ക് തടിഭാരം. എല്ലാവർക്കും എന്തുണ്ട്? റിജോയ് സഭയിലുള്ള പ്രഷർ ഇല്ലാത്ത ആരെങ്കിലും കൈ പൊക്കാൻ പറഞ്ഞാൽ ആരും പൊക്കത്തില്ലെന്ന് എനിക്കറിയാം. എല്ലാവർക്കും പല നിലകളില്ല. ചിലപ്പം കുഞ്ഞുങ്ങളുടെ വിഷയം, ചിലപ്പോൾ വീട്ടിലെ വിഷയങ്ങളാകാം, ചിലപ്പോൾ ജോലിയാകാം, ചിലപ്പോൾ രോഗമാകാം, ചിലപ്പോൾ നാട്ടിലെ വിഷയങ്ങളാകാം. പല നിലകളിലാണ് ആ ഭാരങ്ങൾ എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്. ഭാരമില്ലാത്തവരെല്ലാം നാളെ യോഗത്തിന് വരാൻ പറഞ്ഞ ആരെങ്കിലും കാണുമോ? നാളെ ജോയ്സ് മീറ്റിംഗ് കർത്തൃമേശ സണ്ണിച്ചാൻ ഒറ്റയ്ക്ക് നടത്തേണ്ടി വരും, ഇല്ലേ? ഭാരമില്ലാത്തവരെല്ലാം നാളെ യോഗത്തിന് വന്നാൽ മതി എന്ന് പറഞ്ഞാൽ സണ്ണിച്ചാൻ നാളെ ഒറ്റയ്ക്കേ ഉണ്ടാവത്തുള്ളൂ. കാരണം എല്ലാവർക്കും എന്തുണ്ട്? ദൈവത്തിന്റെ സ്തോത്രം. നിങ്ങൾ പിള്ളേരോട് ചോദിച്ചേ ഭാരം ഉണ്ടോന്ന്. സ്കൂളിൽ പോകുന്നത് തന്നെ അവർക്കൊരു എന്തുവാ? ബായ് കൊണ്ട് പോകുന്നത് തന്നെ, അവരുടെ സ്കൂളിൽ പോകുമ്പോ തന്നെ അവരുടെ ചുമലിൽ എന്തുണ്ട്? സത്യമല്ലേ? ആർ യു വിത്ത് മീ? അതവർക്കൊരു വലിയ, രാവിലെ എണ്ണീക്കുന്നത് അവർക്കതൊരു ഭാരമാണ്. ഈ വലിയ 5 കിലോയുടെ ബാഗ് ഇട്ടുകൊണ്ട് പോകുന്നത് അതവർക്ക് എന്തുവാണ്? അപ്പം കൊച്ചു പിള്ളേർക്കും എന്തുണ്ട്? ബേർഡൻ ഉണ്ട്. എല്ലാവർക്കും എന്തുണ്ട്? ഭാരമുണ്ട്. വലിയവർക്ക് ആ നിലയിലല്ല ഭാരം, മറ്റു വ്യത്യസ്ത തലത്തില. പക്ഷെ എല്ലാവർക്കും എന്തുണ്ട്? ബേർഡൻ ഉണ്ട്, ഭാരമുണ്ട്. അടുക്കളയിൽ ജോലി ചെയ്യുന്ന സഹോദരിമാർക്ക് അറിയാം, നിങ്ങൾക്ക് അതൊരു വലിയൊരു ഭാരം അല്ലേ? ദൈവത്തിന്റെ സ്തോത്രം. അപ്പം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട ഒരു കോട്ട് ഞാൻ ഇങ്ങനെ കണ്ടു. 10 മിനിറ്റ് കഴിക്കാൻ വേണ്ടി 2 മണിക്കൂർ കുക്ക് ചെയ്യുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫൂളിഷ്നെസ് എന്ന് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്, എനിക്കത് വായിച്ചിട്ട് തമാശ വന്നു. 10 മിനിറ്റ് കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കാൻ 2 മണിക്കൂർ അടുക്കള കിടന്ന് കഷ്ടപ്പെടുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്കാം അല്ലെ, ഫൂളിഷ്നെസ് എന്ന് പറയുന്നത്. സത്യമാ, ഞാനത് വായിച്ചപ്പോ ചിരിച്ചുപോയി. അതൊരു യാഥാർത്ഥ്യമാ, ഇല്ലേ? അതിന്റെ പിന്നിൽ എന്തുണ്ട്? എല്ലാവർക്കും ഭാരങ്ങളുണ്ട്. സ്പിരിച്വൽ ഭാരങ്ങളുണ്ട്, ഫിനാൻഷ്യൽ ഭാരങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എത്ര വെൽ സാലറി ഉള്ളവർക്കായാലും അവർക്കും എന്തുണ്ട്? ഉണ്ട്, ഇല്ലേ? സ്തോത്രം. ഞാനൊരു കാര്യം പറയാം. ഇന്ന് നമ്മുടെ സാലറി 10,000 നാളെ 20,000 ആയാലും ബേർഡൻ കുറയുമോ? ഒരിക്കലും ഇല്ല. അത് നമ്മുടെ തോന്നല. ബേർഡൻ കൂടത്തേ ഉള്ളൂ. നമ്മുടെ ബേർഡൻ കൂടി വരത്തേ ഉള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾ, പ്രഷറുകളൊക്കെ കൂടി വരത്തേ ഉള്ളൂ. ഏത് മനുഷ്യനും എന്തുണ്ട്? ഭാരങ്ങളുണ്ട്. പക്ഷേ നമുക്ക് കർത്താവ് നൽകിയ പ്രോമിസ് എത്ര വലുത്, അല്ലേ? കാസ്റ്റ് യുവർ ബേർഡൻസ് അപ്പോൺ മീ. നിന്റെ സകല ഭാരങ്ങളും എന്റെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ ഉലർത്തുന്ന ദൈവമാണ്. പലപ്പോഴും നമുക്ക് കഴിയാത്ത ഒരു കാര്യം അതാണ്. നമ്മുടെ ശക്തി, ആ ലിമിറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ലിമിറ്റ് നമുക്കറിയാം. ആ ലിമിറ്റ് വരെ നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. പക്ഷെ പൗലോസ് ഇവിടെ പറയാ, ആ ശക്തിക്ക് മീതെ ഞങ്ങൾ ഭാരപ്പെട്ടു. എന്ന് വെച്ചാൽ ഞങ്ങള് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായി പോയൊരു ഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്തു? വി ട്രൈഡ് വിത്ത് അവർ മൈറ്റ്, വിത്ത് അവർ സ്ട്രെങ്ത്. പക്ഷേ ഇറ്റ് വെൻ ബിയോണ്ട് ദാറ്റ്. അതിലും മീതെ എന്ത് ചെയ്തു? ഞങ്ങളുടെ ശക്തിക്ക് മീതെ ആ വിഷയങ്ങൾ. ഇന്ന് രാത്രിയിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ?
പരിശുദ്ധാത്മാവ് നമ്മെ വിവേചിച്ച് സംസാരിക്കുക. ഇന്ന് രാത്രിയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വിഷയത്തിൽ. കാസ്റ്റ് യുവർ ബേർഡൻസ് അപ്പോൺ ഹിം. ഇന്ന് രാത്രിയിൽ ആ വിഷയം കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് പറയാം, കർത്താവേ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് ആ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല, ഒരു പരിഹാരം വരുത്താൻ കഴിയില്ല. പക്ഷേ സകലവും നന്നായി പരിഹരിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരം ഈ ദിവസങ്ങളിൽ ആ വിഷയങ്ങളിൽ വെളിപ്പെടുത്തണമെന്ന് നമ്മുടെ ഹൃദയം കൊണ്ടൊന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് ആത്മാർത്ഥമായി കഴിയും? ഹല്ലേലൂയ. ബേർഡൻസ് ചുമക്കുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, ആ കർത്താവിനെയാണ് ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത്. അപ്പം ഇഫ് യുവർ സിറ്റുവേഷൻ ഇസ് ബിയോണ്ട് യുവർ കപ്പാസിറ്റി, ഇത്രയും ചെയ്താൽ മതി. ദൈവസന്നിധി പറ, കർത്താവേ, എന്നെ കൊണ്ട് ഇനി ഒന്നും ഈ വിഷയത്തിൽ ചെയ്യാൻ പറ്റില്ല. ലോർഡ്, ടേക്ക് ഓവർ. ഈ വിഷയത്തെ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിച്ചാൽ അത് നമുക്കൊരു സ്പിരിച്വൽ റിലീഫായി തീരുമെന്ന് ഞാൻ ഉറച്ച ദൈവസന്നിധിയിൽ വിശ്വസിക്കുന്നു. മൂന്നാമത്തെ വാക്കിലോട്ട് ഞാൻ പോകട്ടെ. അത് വേഴ്സ് 9 കാണുന്നത്. 9-ാം വാക്യത്തിലാണ് മൂന്നാമത്തെ വേർഡ് കാണുന്നത്. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതെ, ഞങ്ങളിലല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കും എന്ന് ഉള്ളിൽ നിർണയിക്കണം. അപ്പൊ പൗലോസ് ഒരു കൺക്ലൂഷനിലേക്ക് വന്നു. എന്തുവാ അത്? നിർണയം, അല്ലെ ഒരു കൺക്ലൂഷൻ. നമുക്ക് നമ്മളെ കുറിച്ച് എന്തുണ്ട്? ഈ വിഷയം ഇങ്ങനെ ആകത്തുള്ളൂ, ഇതിങ്ങനെ പോകത്തുള്ളൂ എന്ന ഒരു കൺക്ലൂഷൻ നമുക്ക് സത്യമല്ലേ? ചില പ്രഷറുകൾ ഉണ്ടാകുമ്പം നമ്മൾ ചിലത് കൺക്ലൂഷൻ വരുത്തും, ഇതിങ്ങനെ ആകത്തുള്ളൂ, അല്ലെങ്കിൽ ഈ വിഷയം അൾട്ടിമേറ്റ്ലി ഇങ്ങനെ എന്ത് ചെയ്യത്തുള്ളൂ. അങ്ങനെ നമ്മൾ കൺക്ലൂഷനിൽ വന്ന എത്ര വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്? സത്യമല്ലേ? പൗലോസ് പറയാ, ഐ ഓൾസോ കെയിം ടു എ കൺക്ലൂഷൻ. എന്തുവാ പൗലോസ് കൺക്ലൂഷൻ? മരിക്കുമെന്ന് ഞാൻ മനസ്സിൽ നിർണയിച്ചു. ഓ, സ്തോത്രം കേട്ടോ. ആരാ? മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടയാള്. അയ്യോ, ദൈവത്തിന്റെ സ്തോത്രം. ക്യാൻ വി തിങ്ക് ഓഫ് പോൾ ഇൻ സച്ച് എ സിറ്റുവേഷൻ? നമ്മൾ ഇതുവരെ കേട്ടിട്ട പൗലോസിനെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? ഇപ്പൊ സണ്ണിച്ചാനോ ഞാനോ പറഞ്ഞാൽ വിശ്വസിക്കാം, നമ്മൾ തളത്. പക്ഷെ പോൾ എന്നൊരു വ്യക്തിയെ, ഇത്ര ശക്തമായി ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയെ ഇങ്ങനൊരു ക്രൈസിസിൽ കാണാൻ പറ്റുമോ? നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പൊ ഞാന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വാക്യങ്ങളൊക്കെ വായിച്ചപ്പം എന്റെ മനസ്സിനകത്ത് ഭയങ്കര വേദന തോന്നി. പൗലോസ് പോലും ഇത്രയധികം മാനസിക സമ്മർദ്ദങ്ങളിലൂടെ എന്ത് ചെയ്തു? കടന്നുപോയി. പക്ഷെ ഈ പ്രഷറുകൾക്കകത്ത് പൗലോസ് പറയുന്നത്, നത്തിങ് ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ഗാഡ്. കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ ഒരു ശക്തികൾക്കും കഴിയുകയില്ല. ദാറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് സ്പിരിച്വൽ ലൈഫ്, ഇല്ലേ? വിശ്വാസ ജീവിതത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അതാണ്. നത്തിങ് ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ഗാഡ്. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ ഒരു ഉറച്ച സ്റ്റേറ്റ്മെന്റും അതായിരിക്കണം. ഒരു കൺക്ലൂഷൻ അതായിരിക്കണം. ഏത് സാഹചര്യങ്ങളെയും ഓവർകം ചെയ്യാൻ നമ്മളെ ശക്തീകരിക്കുന്ന ഒരു കരമുണ്ട്. ആ മൂന്നാമത്തെ വാക്ക് ഒന്ന് ചിന്തിക്കാം. നിർണയം എന്നൊരു പദം അവിടെ കൊടുത്തിരിക്കുന്നത്, ദൈവത്തെ ഒരു ഫേം ഡിസിഷൻ, അല്ലെങ്കിൽ ഒരു തീരുമാനം മനസ്സിലുണ്ടായി. മരിക്കും എന്ന് ഈ നിർണയം എന്ന പദം കൊടുത്തിരിക്കുന്നത്, ആ വാക്യം എടുപ്പിക്കുന്നില്ല, പക്ഷെ ദാനിയേൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, അല്ലേ? രാജാവിന്റെ നിർണയം മാറാതിരിക്കേണ്ടതിന് മുദ്രമോതിരം കൊണ്ട് അതിനെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ദാനിയേലിനെ കുറിച്ചുള്ള രാജാവിന്റെ നിർണയം, ദാറ്റ്സ് എ ഡിസിഷൻ. അതൊരു ഫേം ഡിസിഷനാണ്. നത്തിങ് ക്യാൻ ചേഞ്ച് ദാറ്റ്. അപ്പം ആ നിർണയത്തെ രാജാവിന്റെ മുദ്രമോതിരം കൊണ്ട് സീല് ചെയ്തു, സൈൻ ചെയ്ത് രാജാവ് എന്ത് ചെയ്തു? പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ നമ്മുടെ മനസ്സിൽ വെക്കുന്ന ചില കൺക്ലൂഷനുകളുണ്ട്, പക്ഷേ അതായിരിക്കത്തില്ല ദൈവത്തിന്റെ കൺക്ലൂഷൻ. ഡു യു ബിലീവ് ദാറ്റ്? നമ്മൾ നമ്മളെക്കുറിച്ചോ, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചോ, നമ്മുടെ ഫാമിലിയെക്കുറിച്ചോ, നമ്മുടെ സഭയെക്കുറിച്ചോ, നമ്മുടെ ചുറ്റുമുള്ള ആരെക്കുറിച്ചും ആകട്ടെ, നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്ന കൺക്ലൂഷൻ ആയിരിക്കത്തില്ല ദൈവത്തിന്റെ കൺക്ലൂഷൻ. ഇന്ന് രാത്രിയിൽ നമ്മൾ അതിനെ ഡിസേൺ ചെയ്യുന്നവരാകണം. ദൈവത്തിന് എല്ലാ വിഷയങ്ങളെ കുറിച്ച് എന്തുണ്ട്? പറഞ്ഞേ, നിങ്ങളുടെ മനസ്സിലൊന്ന് പറഞ്ഞേ. എല്ലാ വിഷയം, നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ വിഷയങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു കൺക്ലൂഷൻ ഉണ്ട്, ദൈവത്തിനൊരു എൻഡ് ഉണ്ട്. ദൈവം നിർണയിച്ചിരിക്കുന്ന ഒരു നിർണയമുണ്ട്. അപ്പൊ പൗലോസ് പറയാ, ഇറ്റ് വാസ് മൈ കൺക്ലൂഷൻ that I will die. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, ആര് പൗലോസിനോട് ചോദിച്ചാൽ പറയാം, മരിക്കാൻ പോയി, ഇനിയും വലിയ പ്രതീക്ഷയൊന്നും. കാരണം ആ ഘട്ടത്തിൽ പൗലോസ് വന്നു, ആ നിർണയം മനസ്സിലുണ്ടായി. പക്ഷെ ദൈവത്തിന് പൗലോസിനെ കുറിച്ചുള്ള കൺക്ലൂഷൻ അതല്ലായിരുന്നു.
റോമിൽ വരെ എത്തിത്തീരുന്ന ഒരു ശുശ്രൂഷയായിരുന്നു പൗലോസിനെ കുറിച്ച് ദൈവത്തിന്റെ കൺക്ലൂഷൻ. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് രാത്രി ദൈവമക്കളോട് ഞാൻ പറയട്ടെ, കൺക്ലൂഡ് ചെയ്യല്ല കേട്ടോ. ചില വിഷയങ്ങളിൽ ബുദ്ധി കൊണ്ട് കൺക്ലൂഡ് ചെയ്യല്ലേ. സാഹചര്യങ്ങളെ നോക്കി കൺക്ലൂഡ് ചെയ്യരുത്. നോ 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 നോ. അത് തെറ്റാണ്. ഇന്ന് രാത്രി പറഞ്ഞേ, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. ഡോണ്ട് കം ഇൻ ടു ഹേസ്റ്റി കൺക്ലൂഷൻസ്. വളരെ പെട്ടെന്നുള്ള ചില തീരുമാനങ്ങളിലേക്ക് കടന്നു വരരുത്. ഡ്യൂ ടു പ്രഷർ ഫ്രം ഔട്ട്സൈഡ്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദ നിമിത്തം കൺക്ലൂഷനിലേക്ക് വരരുത്. ലിവ് ഇറ്റ് ടു ഗാഡ്. സകലത്തിന്റെയും എൻഡ് അറിയുന്നവൻ. നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുന്നത് ഹീസ് ദി ആൽഫ ആൻഡ് ദി ഒമേഗ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്താ ഒമേഗ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദി എൻഡ്. ഇറ്റ് ഈസ് ദി എൻഡ്. സകലത്തിന്റെയും അവസാനം അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമുക്ക് എല്ലാ വിഷയത്തിന്റെ എൻഡ് അറിയാമായിരുന്നെങ്കിൽ ഇത്രയും വിഷമം നമുക്ക് ഉണ്ടാകത്തില്ല അല്ലേ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് പലതിന്റെ എൻഡ് നമുക്ക് അറിയാമെങ്കിൽ ഇത്രയും ടെൻഷൻ നമ്മൾ ഫേസ് ചെയ്യേണ്ട വരത്തില്ല. കാരണം ഇതിങ്ങനെ ആവത്തുള്ളത് നമുക്ക് അറിയാം. നമ്മൾ കോംപ്ലസന്റ് ആയിരിക്കും. പക്ഷേ എൻഡ് അറിയാത്തത് കൊണ്ടാണ് ഈ പ്രഷർ നമുക്ക് നാളെ എന്താകും എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്നത്. പക്ഷേ ദൈവത്തിന് നമ്മളെ പോലെ ഇമോഷൻ ഇല്ല. കാരണം ഹി നോസ് ദി എൻഡ്, ഹി നോസ് ദ കൺക്ലൂഷൻ. ഇതിന്റെ അവസാനം എന്താണെന്ന് നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്ക, അവനിൽ തന്നെ ആശ്രയിക്ക, അവനെ നിർവഹിക്കും. ഈ വർഷം റിജോയ്സിൽ പ്രാർത്ഥനയുടെ മറുപടി കിട്ടിയ എത്ര വിഷയങ്ങളുണ്ട് അല്ലേ? പക്ഷേ ശ്രദ്ധിക്കണം, അതിന്റെ പിന്നിൽ എത്ര കണ്ണുനീരുണ്ടായിരുന്നു, എത്ര വർഷത്തെ കാത്തിരിപ്പുകൾ ഉണ്ടായിരുന്നു, എത്ര ത്യാഗം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാത്രി അഭിമാനത്തോടെ നിങ്ങളോട് ചേർന്ന് എനിക്കും പറയാൻ പറ്റും, ഹീ നോസ് ദി എൻഡ്. ആർക്ക്? നമ്മുടെ കർത്താവിന് ഇതിന്റെ അവസാനം അറിയാം, ഇതിന്റെ പിന്നിൽ വെളിപ്പെടുന്ന സന്തോഷം. ഹല്ലേലൂയ. ഹീസ് നോട്ട് മൂവ്ഡ് ബൈ ഇമോഷൻസ്. ഗതിഭേദത്താലുള്ള ആച്ഛാദനമുള്ള ദൈവം അല്ല നമ്മുടെ ദൈവം. നമ്മളെ പോലെ ഇമോഷൻസ് ഇല്ല. കാരണം ഹീ നോസ് ദി എൻഡ്. അപ്പം റിജോയ്സിലെ എന്റെ സ്നേഹമുള്ള ദൈവമക്കളോട് എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ്, നിങ്ങളുടെ ഒരു കൂട്ട് സ്നേഹിതൻ എന്നുള്ള നിലയിൽ, ഡോണ്ട് ജമ്പ് ഇൻ ടു കൺക്ലൂഷൻസ്. ഐ നോ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്. പക്ഷേ ഒരു കാര്യത്തിലും ഡോണ്ട് ജമ്പ് ഇൻ ടു കൺക്ലൂഷൻസ്. കാരണം കൺക്ലൂഡ് ചെയ്യുന്ന ദൈവമായിരിക്കട്ടെ. ലെറ്റ് ഗോഡ് അലോൺ ഡു ദ കൺക്ലൂഷൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുക, അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഒരു മീറ്റിംഗിന്റെ അവസാനം എന്തുവാ? ബെനഡിക്ഷനാ ഇല്ലേ? ആശീർവാദമാ. അത് പറയുന്ന ആരാ? ദൈവദാസന ഇല്ലേ? അതുപോലെ സകലത്തിന്റെ ബെനഡിക്ഷൻ ആര് പറയട്ടെ? ദൈവം പറയട്ടെ. അതാ ഏറ്റവും നല്ലത് കേട്ടോ. ലിവ് ഇറ്റ് ടു ഗോഡ്. സകലത്തിന്റെയും അവസാനം, ഫൈനൽ കൺക്ലൂഡർ അത് ദൈവം മാത്രമായിരിക്കട്ടെ എന്ന് പറയുവാൻ മനസ്സുള്ള എത്ര ദൈവമക്കളുണ്ട്. ഞാൻ ആ 4ാമത്തെ വാക്കിലൂടെ വേഗം ഒന്ന് കടന്നു വന്ന് അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ 4th വേർഡ് കൊടുത്തിരിക്കുന്ന 10ാം വാക്യത്തില് ഞാൻ ആ 10ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഒന്ന് ശ്രദ്ധിച്ച ദൈവമക്കൾ, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും, അവനും വേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചുമിരിക്കുന്നു. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വേഴ്സ് 8ലും 9ലും കണ്ട ഒരു ടോൺ ആണോ വേഴ്സ് 10ൽ കാണുന്നത്? അല്ല. അപ്പൊ അതിന്റെ അർത്ഥം 8ഉം 9ഉം എഴുതിയതും 10ഉം എഴുതിയതിന്റെ ഇടയിൽ എന്തുണ്ട്? ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 1 എന്തുവാ? ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദി എർത്ത്. വേഴ്സ് 2 എന്തുവാ? അപ്പൊ നമ്മളത് നമുക്ക് കാണാതെ അറിയാം, അതുകൊണ്ട് സമയം മുന്നോട്ട് പോകുന്നല്ലോ. ഇതിന്റെ ഇടയ്ക്ക് എന്തുണ്ട്? ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. 8ഉം 9ഉം കാണുന്ന ഒരു ടോൺ അല്ല നമ്മൾ 10ൽ കാണുന്നത്. 10ൽ പൗലോസ് പറയാ, ഇത്ര പ്രഷറും നിരാശയും ഒക്കെ അനുഭവിച്ച പൗലോസ് കണ്ടോ, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു. സ്തോത്രം. വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ. എന്ന് വെച്ചാൽ വേഴ്സ് 8 and 9 നിന്ന് 10 വരുമ്പം ഹി വാസ് ചാർജ്ഡ് അപ്പ് അല്ലേ? അതല്ലേ സംഭവിച്ചേ? നിങ്ങൾ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. എന്തൊരു ചാർജ് ആ മനുഷ്യൻ, എന്തൊരു ശക്തി ആ മനുഷ്യന്റെ മേൽ വ്യാപരിച്ചത്. ആ ദൈവഭക്തനായ മനുഷ്യന്റെ മേൽ എന്തൊരു ദൈവകൃപയെ വ്യാപരിച്ചത്. ഈ കൃപ ഇന്ന് രാത്രി നമ്മുടെ എല്ലാ ഭവനങ്ങളിലും വ്യാപരിക്കണം. ഇത്ര ഭയങ്കര മരണത്തിൽ ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും, അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ച്. ആശ എന്നൊരു പദം, ഹോപ്പ് എന്നൊരു പദം. ഈ ഹോപ്പ് എന്ന വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്. പക്ഷെ ഒരർത്ഥം മാത്രം നിങ്ങളോട് ഞാൻ പറയാം. അപ്പൊ ഞാൻ ആ ഗ്രീക്ക് വാക്കൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു വന്നപ്പം ഒരു വാക്ക് എന്റെ മനസ്സിൽ ഉടക്കി, പ്രത്യേകിച്ച് ഈ വചനവുമായി ബന്ധപ്പെട്ട ഹോപ്പ് എന്ന പദത്തിന്. ആ വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം വിജയപ്രതീക്ഷ എന്നൊരു അർത്ഥമാണ്.
എക്സ്പെക്ടേഷൻ ഓഫ് എ വിക്ടറി, വിജയ പ്രതീക്ഷ. ഹോപ്പ് എന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന ഒരർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു പ്രതീക്ഷ ഇല്ലാത്ത ഒരാൾക്ക് ദൈവം എന്ത് കൊടുത്തു? വേഴ്സ് 9 കാണുന്നു, ഹി ഡിസൈഡഡ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഡൈ. അങ്ങനെ പറഞ്ഞ ആൾക്ക് അകത്ത് എന്തുണ്ടായി? അപ്പൊ വേഴ്സ് 9ഉം 10ഉം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ ചില കാൽക്കുലേഷൻസ് മാറും, ചില കൺക്ലൂഷൻസ് മാറും, നമ്മുടെ അകത്തൊരു പ്രതീക്ഷ ഉണ്ടാകും. ഈ ഉപവാസം അതിനൊരു മുഖാന്തരമായി തീരട്ടെ. സം എക്സ്പെക്ടേഷൻസ്, ഹോപ്പ് ഓഫ് എ വിക്ടറി. നമ്മുടെ കർത്താവ് ജയിച്ച ആളാ, നമ്മുടെ കർത്താവ് പരാജയപ്പെട്ട ആളല്ല. കല്ലറയെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൈവസഭയോട്, ദൈവകുഞ്ഞുങ്ങളോട് വിളിച്ചു പറയുന്നു, ഈ ആശ നമുക്കും നൽകാൻ ദൈവം വിശ്വസ്തനാണ്. പൗലോസിന് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറിയിട്ട് പറയാ, അവൻ മേലാലും വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ, എന്ന് വെച്ചാൽ ഫ്യൂച്ചറിനെ കുറിച്ചും അദ്ദേഹം പ്രവചിക്കുക. ഹീസ് പ്രൊഫസൈങ് അബൌട്ട് ദ ഫ്യൂച്ചർ. അത്ര വലിയൊരു ബലമാണ് ഈ പൗലോസ് എന്ന വ്യക്തിക്കകത്ത്. അപ്പൊ ഈ ഉപവാസം കഴിയുമ്പോൾ ഫ്യൂച്ചറിനെ കുറിച്ച് നമുക്ക് ചിലത് പറയാൻ പറ്റണം. സ്തോത്രം. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നാളെ ഉപവാസം തീരും, പക്ഷേ അടുത്ത ആഴ്ചയെക്കുറിച്ച്, അടുത്ത വർഷത്തെക്കുറിച്ച്, കർത്താവിന്റെ വരവ് താമസിച്ചാൽ ചിലത് ആത്മാവിൽ പ്രവചിച്ച് പറയാൻ, നാളെയും അവൻ വിടുവിക്കുമെന്ന്, ഞങ്ങൾ അവനിൽ ആശ വച്ചിരിക്കുന്നു എന്ന് അഭിഷേകത്തോടെ പറയുവാനുള്ള തന്റെ ഇടം, ആ കോൺഫിഡൻസ് നമ്മൾ പ്രാപിക്കുന്ന അനുഭവമാണ് ഹോപ്പ് എന്ന് പറയുന്നത്. ഹോപ്പ് എന്ന വാക്കിന്റെ അർത്ഥം മറക്കരുത്. ഒരർത്ഥം വിജയപ്രതീക്ഷ, എക്സ്പെക്ടേഷൻ ഓഫ് എ വിക്ടറി, ആ വലിയ വിജയപ്രതീക്ഷ. ഇന്ന് രാത്രിയിൽ നിരാശയിൽ നിന്നാണ് പൗലോസ് എവിടെ വന്നത്? ആശയിൽ വന്നത്, ഹോപ്പിൽ വന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ഉപവാസം അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആകട്ടെ. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുക. റിജോയ്സ് സഭയ്ക്ക് അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഫ്രം വെയർ ടു വെയർ, ഫ്രം ഡിസ്പെയർ ടു ഹോപ്പ്, നിരാശ ടു ആശ. അങ്ങനെ ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ നമ്മളിൽ വെളിപ്പെട്ടാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരിക്കും. ഈ വചനം ചൊല്ലി ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും വരും ദിവസങ്ങളിലും വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുവാൻ കരുത്തും ബലവും അഭിഷേകവും എല്ലാവരുടെ മേൽ പകരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങളിലും ഒരുമിച്ച് കാണാൻ, പ്രാർത്ഥനയിൽ ഓർക്കാനൊക്കെ ദൈവം അവസരങ്ങൾ ഒരുക്കട്ടെ. ദൈവം ഈ വചനങ്ങളാൽ സഭയെ അനുഗ്രഹിക്കുമാറാകട്ടെ.